ഇതാരാ ജോമോനോ? കൊട്ടുന്ന കേട്ടപ്പോൾ അങ്ങ് പേടിച്ചു പോയി. നിങ്ങളൊക്കെ കള്ളന്മാരാ, വെള്ളയടിച്ച കുഴിമാടങ്ങൾ. നീ കയറി വന്നേ, ഞാൻ ചോദിക്കട്ടെ. നീ ഇവിടെ ഇരിക്കേ, ചോദിക്കട്ടെ. നിനക്ക് പറയാനുള്ളത് മൊത്തം നിനക്ക് പറയാനുള്ള മൊത്തം കേട്ടിട്ടേ ഞാനിവിടുന്ന് പോകുന്നുള്ളൂ. നിങ്ങൾ പൈസ ഉണ്ടാക്കാൻ വേണ്ടി കണ്ടെത്തിയ ഒരു കുറുക്ക് വഴിയല്ലേ ഈ മതം? അല്ലെങ്കിൽ പിന്നെ എന്തിനാ നിങ്ങളുടെ വേദപുസ്തകം കാണിച്ച് പാവങ്ങളെ പറ്റിക്കുന്നത്? നിങ്ങളെൻ്റെ നാമത്തിൽ ചോദിക്കുന്നതെന്തും അവിടുന്ന് തരും പോലും. ഒന്നല്ല, 1000 വട്ടം ചോദിച്ചു, പലതും പലവട്ടം. എന്നിട്ടോ ഓർമ്മ വെച്ച് അന്ന് തുടങ്ങിയതാ പരാജയങ്ങൾ. ഓരോ തവണ നാളം കെടുമ്പോഴും അടുത്തത് ശരിയാകും എന്ന് വിചാരിക്കും. എവിടുന്ന്? കരഞ്ഞു പ്രാർത്ഥിച്ചു, ധ്യാന കേന്ദ്രത്തിൽ പോയി പ്രാർത്ഥിച്ചു, ഓൺലൈൻ ആരാധന പോലും കൂടി, കാറ്ററിങ്ങിന് പോയി കിട്ടിയ പൈസ പോലും ഭണ്ഡാരത്തിലിട്ടു. എന്നിട്ടോ ഒന്നും സംഭവിച്ചില്ല. എൻ്റെ ജീവിതത്തിൽ മാത്രം. കൂടെ പഠിച്ചവർക്കൊക്കെ നല്ല ജോലി കിട്ടി. അപ്പോഴും ഞാൻ വിചാരിച്ചു അതിലും നല്ലത് എനിക്ക് വരാനിരിക്കുവാന്ന്. അതും പോരാഞ്ഞിട്ട് ഞാൻ ജീവന് തുല്യം സ്നേഹിച്ച അവള് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഞാൻ ഒരിക്കലും ഗതി പിടിക്കാത്തവനാണെന്ന് പറഞ്ഞു. എൻ്റെ കൂടെ ജീവിക്കുന്നതിലും ഭേദം വല്ല പിച്ചക്കാരനെയും കെട്ടുന്നതാണ്. തോമസേ, 50 കഴിക്കുമ്പോഴെങ്കിലും നിനക്കൊന്ന് ഉണർന്നിന്ന് കഴിച്ചൂടെ? അല്ലെങ്കിൽ നീ എപ്പോഴും ഒരു സ്വപ്നലോകത്താ. തോമസിന് വണ്ടർലാൻഡ്. അച്ഛാ, ഇന്ന് ഫ്രീ ഡേ ആയതുകൊണ്ട് ഡീക്കന്മാരുമായിട്ട് വോളിബോൾ മാച്ച് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അച്ഛാ, ഇവനെ അത്യാവശ്യം കളിക്കുന്ന, നമുക്ക് ഇവനെ ഒരു സെറ്റ് ഇറക്കാന്നേ. അതിന് ഇവന് കളിക്കാനൊക്കെ അറിയോ? ഞാൻ ചോദിക്കാൻ മറന്നുപോയി, നിങ്ങൾക്ക് എത്തിക്സിൻ്റെ മാർക്ക് കിട്ടിയോ? ഞാൻ നോക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കൊക്കെ എത്ര മാർക്ക് വീതം കിട്ടി? എനിക്ക് 79. അച്ഛാ എനിക്ക് 76. അച്ഛാ എനിക്ക് 70. എനിക്ക് 78. അച്ഛാ എനിക്ക് 82. തോമസേ, നിനക്കോ? 50. ഇവനൊക്കെ സഭയെ മുടിപ്പിക്കാനായിട്ട് നിർത്തിയിട്ട് വല്ല പണിക്കും പോയിക്കൂടെ? ഇവനൊക്കെ സഭയെ മുടിപ്പിക്കാനായിട്ട് നിർത്തിയിട്ട് വല്ല പണിക്കും പോയിക്കൂടെ? അച്ഛാ എനിക്ക് 82. തോമസേ, നിനക്കോ? എനിക്ക് മാത്രം എന്താ ദൈവമേ, എപ്പോഴും ഇങ്ങനെ പരാജയം മാത്രം. ഒന്ന് പറയാൻ പോലും ആരുമില്ല. എല്ലാവരും അവരവരുടെ കഴിവുകളിൽ അറിയപ്പെടുന്നു. ഞാൻ മാത്രം എൻ്റെ കുറവുകളിൽ എത്ര കഷ്ടപ്പെട്ട് പഠിച്ചെന്ന് പറഞ്ഞാലും മാർക്ക് വരുമ്പോൾ എനിക്ക് മാത്രമൊന്നുമില്ല. ഞാൻ എന്തോരം പ്രാർത്ഥിച്ച് കർത്താവേ, കൂടെയുള്ളൊരു പള്ളിയിൽ നിന്ന് ഉറങ്ങുമ്പോഴും
ഞാൻ പ്രാർത്ഥിച്ചു ഒന്ന് ജയിക്കാൻ. പക്ഷേ കിട്ടുന്ന മൊത്തം പരാജയം. ഞാൻ മടുത്ത് കർത്താവേ, ഞാൻ മടുത്തു. ഇതെല്ലാം ഒരുതരം കള്ളത്തരമാണ്. മനുഷ്യനെ പറ്റിക്കാൻ മനുഷ്യൻ കണ്ടെത്തിയ ഓരോ വഴികൾ. അല്ലെങ്കിൽ പിന്നെ ഒരു വട്ടമെങ്കിലും എൻ്റെ പ്രാർത്ഥന അല്ല, എൻ്റെ നിലവിളിയുടെ ശബ്ദം ആരെങ്കിലും കേട്ടാൻ. തോൽക്കാൻ മാത്രമായിട്ട് ഒരു പടിജന്മം. എടാ തോമാച്ച, നീ ഇതിലേതായിരിക്കും തിരഞ്ഞെടുക്കുക? നീ എന്തുകൊണ്ട് ചന്ദനത്തിരി എടുത്തില്ല? എടാ തോമാച്ച, ഇതാണ് നിന്റെ കുഴപ്പം. അത് മരിച്ചു വീട്ടി കത്തിക്കുന്നതല്ലേ. പക്ഷെ തിരി. എടാ തോമാച്ച, ഇതാണ് നിന്റെ കുഴപ്പം. ഓരോന്നിനും നീ തന്നെ ഓരോ വ്യാഖ്യാനം കൊടുക്കുന്നു. പിന്നെ എങ്ങനെയാ നീ പരാജയപ്പെടാതിരിക്കുക? എടാ, ചന്ദനത്തിരി എവിടെ കത്തിച്ചു വെക്കുന്നോ അവിടെയെല്ലാം സുഗന്ധം പരത്തുവാൻ അതിന് കഴിയും. അത് സ്വയം കത്തിയെരിഞ്ഞ് തീരുമ്പോൾ ഒരു അല്പം ചാരം മാത്രമായി അത് മണ്ണോട് ചേരുന്നു. അതുപോലെ ചുറ്റുമുള്ളതിന് സുഗന്ധം പരത്താനല്ലടാ ഞാൻ നിന്നെ വിളിച്ചിരിക്കുന്നത്. മോനെ, നീ എങ്ങനെ ചന്ദനത്തിരിയെ കാണുന്നു, അതുപോലെ തന്നെയാണ് നിന്റെ ജീവിതത്തിലെ ഓരോ സാഹചര്യങ്ങളെയും നീ വിലയിരുത്തുന്നതും കാണുന്നതും. എപ്പോഴും ഞാൻ മാത്രം ഇങ്ങനെയാ പരാജയപ്പെടുന്നേ. കൂടെയുള്ളവരെല്ലാം നീ തന്നെയല്ലേ വിളിച്ചത്. പിന്നെ ഞാൻ മാത്രം. എനിക്ക് വലിയ ആഗ്രഹങ്ങൾ. ഒരു തവണയെങ്കിലും ഒരു തവണ മറ്റുള്ളവരുടെ മുമ്പിൽ വിജയിക്കുവാൻ. നിന്റെ കാഴ്ചപ്പാടിൽ മാറ്റം വന്നു തുടങ്ങിയാൽ പിന്നെ നിന്നെ പരാജയപ്പെടുത്തുവാൻ ആർക്കും കഴിയില്ലടാ. ആദ്യം നീ പരാജയത്തിൻ്റെ നിര മാറ്റിവെച്ചിട്ട് ഞാൻ നിന്നെ കൈപിടിച്ച് നടത്തിയ ഓരോ നിമിഷങ്ങളെയും ഒന്ന് ഓർത്തെടുത്തേ. അച്ഛാ, എടാ ജോമനെ, നിനക്കിപ്പോൾ എന്താ തോന്നുന്നേ? ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഇതിലും കൂടുതൽ എന്തോ പറയണമെന്നും അച്ഛനെ 2 തെറി വിളിച്ച് തുടങ്ങണമെന്നും വിചാരിച്ചതാണ്. പക്ഷേ എന്തോ ഒന്ന് സോറി അച്ഛാ. എടാ ജോമോനെ, നീ ഒരു ഫംഗ്ഷന് പോവാന്ന് വിചാരിച്ചേ. അന്നേരം നിന്റെ ഉടുപ്പിൽ ചെറുതായിട്ടൊരു ചെളി പറ്റി. നിനക്കറിയാം അത് കഴുകിയാൽ മാത്രമേ പോകത്തുള്ളൂന്ന്. പക്ഷേ നീ ചെളി പറ്റിയ ഉടുപ്പിട്ടിട്ട് ഫംഗ്ഷന് പോകാൻ തീരുമാനിച്ചു. ഉടുപ്പിൽ പറ്റിയ ചെളി ആളുകൾ കാണുമെന്നോ കണ്ടാൽ എന്തു വിചാരിക്കുമെന്ന് ചിന്തിച്ച് നിനക്ക് ആ ഫംഗ്ഷനിൽ നന്നായിട്ട് പങ്കെടുക്കാൻ പറ്റുമോ? ഇല്ലടാ. പകരം ചെളി പറ്റിയപ്പോൾ തന്നെ കഴുകുമായിരുന്നെങ്കിൽ നിനക്ക് ആ പരിപാടിയിൽ നന്നായിട്ട് പങ്കെടുക്കാൻ പറ്റില്ലായിരുന്നു. പറ്റൂടാ. നിന്റെ ജീവിതത്തിൽ ദൈവം ഒന്ന് നന്മകളെ കാണാൻ നീ എന്തെങ്കിലും പരിശ്രമിച്ചിട്ടുണ്ടോ? സാരമില്ലടാ. നിന്റെ ജീവിതത്തിലെ കുറവുകളെ മനസ്സിലാക്കുവാനും അതിലുപരി ഇതുപോലെ വേദനിക്കുന്നവരെ തിരിച്ചറിഞ്ഞ് അവരെ ദൈവത്തിലേക്ക് അടുപ്പിക്കുവാനും ദൈവം തന്നൊരവസരമാണ് ഇത്. കാരണം ഇടറിയ മനസ്സിനെ, ഇടറുന്ന പാദങ്ങളെ തിരിച്ചറിയാനും ഒരു ചന്ദനത്തിരിയായി അവരുടെ മനസ്സിൽ പ്രത്യാശയുടെ പരിമളം വരുത്തി ശരിയായ ദിശയിൽ നടത്തുവാനും സാധിക്കുകയുള്ളൂ.